ഇത് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇന്ന് എനിക്ക് ഓഡിറ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ ഓക്കെ ഓഡിറ്റ് ഓക്കെ ആയിരുന്നു. ലാപ്പ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഞാൻ ഉച്ചകഴിഞ്ഞ് വന്നിട്ട് ഒരു ട്രേഡ് എടുത്തായിരുന്നു. ചെറിയ ട്രേഡായിരുന്നു. ഓക്കെ ഓക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് ടാർഗറ്റ് കിട്ടിയിട്ട് അതിന് മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോയി. പിന്നെ ഇറങ്ങി വന്നിട്ടില്ല. US ഓയിൽ നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ട്രേഡ് കിട്ടുന്നുണ്ട്. നല്ല ട്രേഡുകൾ പക്ഷെ നമ്മൾ കിട്ടുന്നുണ്ട്. 1:2 അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ മതി വരാൻ നോക്കത്തുള്ളൂ. മതി 1:2 ഈ ആഴ്ച പ്രോഫിറ്റിലല്ലേ ഷാനാസ്? പ്രോഫിറ്റ് അല്ലേ? അത് അതെ തന്നെ 1:2 ചെയ്താൽ മതി. പ്രോഫിറ്റിലല്ലേ? അത് പതുക്കെ അതുമ്മയ്ക്കാൻ നിൽക്ക്. പതുക്കെ നമുക്ക് കൂട്ടാം. 1:2 ഒക്കെ വിട്ടിട്ട് നമുക്ക് വലിയ ട്രേഡ് എടുക്കാനൊക്കെ പതുക്കെ 1:2 അല്ല, ഞാൻ സാറ് പറഞ്ഞ 1:90 ഇല്ല 94 ഇന്ന് എടുത്തത്. കുഴപ്പമില്ല. ചെറിയതല്ലേ, കുഴപ്പമില്ല. പക്ഷെ അതും ബ്രേക്ക് ചെയ്ത് അന്ന് കയറിപ്പോയി അത്. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. അത് എന്തായാലും നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിലുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് നോക്കിയാൽ കാണാൻ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ഇംബാലൻസുകൾ ഉണ്ടായിരുന്നു, അതുപോലെ സ്ട്രോങ് റെസിസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോയി. അതായത് സ്ട്രാറ്റജി വർക്കായി. സാധാരണ വർക്കാവാത്ത ഇതിലൊന്ന് സ്ട്രാറ്റജി വർക്കായി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പതിപോലെ തന്നെ പ്രീ മാർക്കറ്റ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടോട് കൂടിയാണ്. കോട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. കോട്ട് വായിക്കാൻ അതിൻ്റെ മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്. ദ മാർക്കറ്റ് ഡസ് നോട്ട് ഓവ് യു എനിത്തിങ് ആൻഡ് യുവർ പ്രോഫിറ്റ് ആൻഡ് യുവർ ലോസ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്. The sooner you understand this, the sooner you can trade like a pro. അതായത് വിപണി നിങ്ങളോട് ഒന്നിനും കടപ്പെട്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് ട്രാൻസാക്ഷനിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകളുണ്ടാവും. നിങ്ങളുടെ ലാഭവും നഷ്ടവും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പെടുന്നതല്ല, ആക്ച്വലി അങ്ങനെ വായിക്കണം. എത്രയും വേഗം നിങ്ങളിത് മനസ്സിലാക്കുന്നു, അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലെ പോലെ വ്യാപാരം നടത്താൻ കഴിയും. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, മാർക്കറ്റ് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങളോ എന്നെയോ ആരെങ്കിലുമായിട്ട് മാർക്കറ്റിന് യാതൊരു ബന്ധമില്ല, യാതൊരു കടപ്പാടുമില്ല. നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ലോസ്, ഇന്നുണ്ടാക്കുന്ന ലോസ് ഒരുപക്ഷെ നാളെ കൂടുതൽ ലോസിലേക്കാവാം, അല്ലെങ്കിൽ നാളെ പ്രോഫിറ്റിലേക്കായിരിക്കാം. അപ്പോൾ ലോസ് എന്നും ലോസ് ആയിരിക്കണം എന്നില്ല, എന്നും പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നില്ല, എന്നും ഒരേ പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നില്ല, അതുപോലെ എന്നും ഒരേ ലോസ് ആയിരിക്കണം എന്നില്ല. അതായത് അനിശ്ചിതത്വം നന്നായി അവിടെ ഉണ്ട്. അതൊരു പ്രൊട്ടക്റ്റഡ് അല്ല. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നാളെയും ഉണ്ടാവും പറയാൻ പറ്റില്ല. ഇന്ന് കിട്ടുന്ന ലോസ് നാളെയും ലോസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റിനോടുകൂടി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു, ഒരു പ്രൊഫഷണലെ പോലെ, അതായത് ഒരു നല്ല രീതിയിൽ ഒരു ക്ലാസിക്കൽ ട്രേഡറെ പോലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ പോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലായിരുന്നോ? മലയാളം ട്രാൻസ്ലേഷൻ ഇടുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നർ മീനിങ് ഒന്നുമില്ല, ഡയറക്റ്റ് മീനിങ് തന്നെ കിട്ടുന്നില്ല. ഇന്നർ മീനിങ്ങിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് ആക്ച്വലി. ഇത് വായിച്ചിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ? അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്, പെട്ടെന്നൊരു വെളിച്ചം, അല്ലെങ്കിൽ പെട്ടെന്നൊരു തോന്നൽ, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചിട്ടൊന്ന് പറയൂ. ഷഫീഖ് പറയൂ. ഇത് വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് കടപ്പെട്ടിരിക്കുന്നില്ല, സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് മാർക്കറ്റിന് ശരിക്കും പറഞ്ഞ ഒരു ഫീലിങ്സ് ഇല്ല. മാർക്കറ്റിന് ഫീലിങ്സ് ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അതെ, ചില ദിവസങ്ങളിൽ ഇപ്പോ മുമ്പേ ഇപ്പൊ 2, 3, 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ അഞ്ചാമത്തെ ഒരു ട്രേഡ് എടുത്ത് വിചാരിക്കും ഈ ഒന്നെങ്കിലും സക്സസ് ആയിക്കോട്ടെ. ചിലപ്പോ മനുഷ്യനാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 4 പോയതല്ലേ. അതെ, മനുഷ്യരാണെങ്കിൽ ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. കാരണം 4 പോയല്ലേ അഞ്ചാമത്തെ അടിക്കും. നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ ചിലപ്പോൾ വാഷ് ഔട്ട് ആയി കൊണ്ടുപോവുകയും ചെയ്യും. അല്ല, മാർക്കറ്റിന് അതെ 2 എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നിർത്തിയിട്ട് നോക്കുക. അതെ, അത് തന്നെ കറക്റ്റ്. ഷഫീഖ് അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിന്നാണോ അതോ
സാറിന്റെ മുമ്പത്തെ ഒരു കൂട്ടുന്ന തോന്നുന്നു മാർക്കറ്റിന് ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, മാർക്കറ്റിന് യാതൊരുവിധ ഫീലിങ്സും ഇല്ല ആക്ച്വലി. മാർക്കറ്റ് ആ ഒരു ഒഴുക്കിന് അങ്ങോട്ട് പോകും, ആ ഒഴുക്കിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് വന്ന് പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നീന്തി കയറാൻ പറ്റുമോ അതോ മുങ്ങിച്ചാവുന്നോ എന്നൊക്കെ നമ്മുടെ കയ്യിലിപ്പനുസരിച്ചാണ്. നമ്മളായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും തോന്നിയിരുന്നോ? വേറെ എന്തെങ്കിലും മനസ്സിലായില്ലായിരുന്നോ? എന്തെങ്കിലും തോന്നിയിരുന്നോ? ഉണ്ടെങ്കിലൊന്നിപ്പോൾ കൈബന്ധിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ല, തോന്നിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഗോൾഡിൻ്റെ കാര്യങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ആകെ 4 പേര് കണ്ടിട്ടുള്ളൂ, 6 പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, 10 പേര്. ഭയങ്കര ഷോക്കാണ്, എനിക്കറിയാം ഭയങ്കര ഷോക്കാന്നുള്ളത്. വ്യൂവർഷിപ്പ് ഭയങ്കര കുറവാണ്. ഓക്കെ, ഗോൾഡിൽ എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത് പ്രീ മാർക്കറ്റിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ, 26, 61 ആ ഒരു ലെവലിൽ ഒരു ലൈന് വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് മേലെ പോയി റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ലെവല് അല്ലേ? ഈ ലെവല്. ഓക്കെ, വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെഡ് ലൈൻ അതിന് ശേഷം വരച്ചാണോ മുന്നേ വരച്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ അന്ന് വരച്ചപ്പോൾ അനാലിസിസിൽ ബ്ലാക്ക് ലൈൻ ആയിരുന്നു, പിന്നെ ഞാൻ റെഡ് ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ താഴോട്ട് നല്ലൊരു ക്യാൻഡിലോട് കൂടി വന്നു കഴിഞ്ഞാലാണ് സെൽ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്. അത് കാണുന്നില്ല കേട്ടോ, അതല്ല കാണുന്നത് സ്ക്രീനിൽ എന്താ കാണുന്നത് നോക്കട്ടെ. കോട്ടാണ് സാറേ കാണുന്നത്. അവിടെയും ചാത്തൻ കയറിയോ? ആരോ മുട്ടയിൽ വെച്ചിട്ടുണ്ട് തോന്നുന്നു. ആരോ വെച്ചു അറിയില്ല. ഭയങ്കര രസകരമായിട്ടുള്ള ഇതാണ് എനിക്കുണ്ട്. ഇപ്പൊ മനസ്സിലായി? ഓക്കെ, ഈ ഒരു ലൈൻ എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അപ്പോൾ വരച്ചത് ബ്ലാക്ക് ലൈൻ ആണോ പിന്നെ റെഡ് ലൈനിലേക്ക് മാറ്റിയതാണോ എന്നല്ല. ഇവിടെ നിന്ന് താഴോട്ട് നല്ലൊരു ക്യാൻഡിൽ വന്നാൽ മാത്രമേ നമുക്ക് എൻട്രി സാധ്യത ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് സാർ, അങ്ങനെ പറഞ്ഞു. നേരത്തെ അത് ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നു, കാരണം ഇതിന് ശേഷം ഞാൻ മാറ്റിയതാന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു അവിടുന്ന് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ടാന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ചാൻസ് ഉണ്ട്, നമുക്കൊരു റിവേഴ്സൽ ചാൻസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഏറെക്കുറെ ഈ ഒരു ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്നോ റിവേഴ്സൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സൽ ആൻഡ് റിയാക്ഷൻ അതിലേതോ പറഞ്ഞു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്, റിവേഴ്സൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഇത്രയാണ് ഗോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി US ഓയിലിൽ നമുക്ക് പോവാം. എന്തായിരുന്നു ഈ ഒരു പോയിന്റ്? എന്തായിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ US ഓയിലിനെ കുറിച്ച്? ആരെങ്കിലും നോക്കാറുണ്ടോ? US ഓയിലിൽ ആരെങ്കിലും നോക്കാറുണ്ടോ? പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്തല്ലേ? പ്രീവിയസ് ഡേയുടെ ലോ മാത്രമല്ല, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, അത് നോക്കിയാൽ കാണാം. ഒരു ഇംബാലൻസ് ആണത്. അത് ആ ഒരു ടൈം ഫ്രെയിമിന്റെ ഇംബാലൻസ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 hourന്റെ ആണത്. 1 hourന്റെ അല്ല, 4 hourന്റെ ഇംബാലൻസ് ആണത്. 4 hourന്റെ അല്ല, ഡേയുടെ ഇംബാലൻസ്. യെസ്, ഡേയുടെ ഇംബാലൻസ് വരച്ചിട്ടുണ്ട്. ഡേയുടെ ഇംബാലൻസ് ആയിരുന്നു. അതിൻ്റെ ഡേയുടെ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ ഇവിടെ നിന്നൊരു കയറി പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. 15 minutesലാണോ 1 hourലാണോ വരച്ചിരിക്കുന്നത് എന്നുള്ള ടൈം എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും വരച്ചിട്ടുണ്ട്, എനിക്കത് 1 hourലായിരിക്കും വരച്ചിരിക്കുന്നത്. അത് 1 hourന്റെ ആണ് വരാറ്. റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞു. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഇത്രയാണ് US ഓയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി BTC നോക്കാം. BTCയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായി? BTCയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇതിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിവേ, ഇതിലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BTC കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ
അൺഫോർച്ചുനേറ്റ്ലി ആരും എടുത്ത് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തിരി ഡിലേ ആയിട്ടാണ് വന്നത്. സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പറഞ്ഞതിൽ ഇത്രയാണ് പറഞ്ഞത്. ഐ മീൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിൽ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? അനാലിസിസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ആരെങ്കിലും ഒന്ന് കൈവന്നിച്ചിട്ട് പറഞ്ഞോളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് അനാലിസിസ് എന്ത് വിധത്തിൽ നിങ്ങൾക്ക് ഗുണമുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ദോഷം ഉണ്ടായോ എന്നുള്ളതൊന്ന് ആരെങ്കിലും ഒന്ന് കൈവക്കിയിട്ടൊന്ന് പറയും. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അനാലിസിസ്, അല്ലേ? പറയൂ, ആനന്ദ് പറയൂ. എങ്ങനെയാണ് ഗുണമുണ്ടായത്, എങ്ങനെയാണ് ദോഷം? സാറേ BTC ഞാൻ വരച്ചിരുന്നു, പക്ഷെ അത് MSS ആക്കിയായിരുന്നു എടുത്തേ ഞാൻ. അപ്പൊ ഒറ്റ ടച്ച് ആയിപ്പോയി. MSS ആക്കിയിട്ട് അത് 3 ടച്ച് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. ഞാൻ MSS ആക്കിയാണ് അത് എടുത്തത്. MSS ഇവിടെ കിട്ടിയിട്ടല്ലോ. ആക്ച്വലി ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് MSS. അതിന്റെ താഴെ എടുത്തത് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് MSS. ക്ലിയർ ആയിട്ട് ഇതിൽ തന്നെ കണ്ടില്ലേ, ചെറിയൊരു ഇത് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ POSS കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രേഡ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലിയർ ട്രേഡ് ആയിരുന്നു അത്, ഒരു ഡൗട്ട് ഇല്ലാത്ത ട്രേഡ് ആയിരുന്നു. ഇതിന് മുന്നേ ഒരു സ്ട്രാറ്റജി വന്നോണേ ഈ BTC സെൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, വേറെ ആ സ്ട്രാറ്റജിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗുണം വന്നിട്ടുണ്ടോ ദോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അനാലിസിസ് ചുമ്മാ കണ്ടുപോയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ അനാലിസിസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ദോഷം ഉണ്ടായോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആരും പറയാൻ തയ്യാറില്ല എന്ന് തോന്നുന്നുണ്ട്. സാർ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സാർ അനാലിസിസ് പോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇന്ന് എടുക്കാൻ ഒരു ധൈര്യക്കുറവ് തോന്നി. കുഴപ്പമില്ല. ഇടയ്ക്കൊരു ധൈര്യക്കുറവുണ്ടാവുന്നതല്ല, എന്നും ധൈര്യക്കുറവുണ്ടാവുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് എന്നും ധൈര്യക്കുറവുള്ളതായിട്ട് 1 വർഷത്തോളം ട്രേഡ് എടുക്കാൻ പേടിച്ചിരിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇന്ന് എടുത്ത ട്രേഡുകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അനാലിസിസ് അവിടെ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചുള്ള നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡുകളെ കുറിച്ചുള്ളതെന്ന് സംസാരിക്കാം. ഇന്ന് എത്ര പേര് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ കൈബന്ധിച്ച്? എടുത്ത ആളുകളൊന്ന് കൈബന്ധിക്കുക. എടുത്ത ആളുകൾ 9 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് കുറഞ്ഞു തുടങ്ങി. 20 പേരൊക്കെ എടുത്തോന്ന് 9 പേർക്കൊക്കെ വീണ്ടും കുറഞ്ഞു തുടങ്ങിയ 10 പേര്. ഓക്കെ, 10 പേര് അവിടെ നിൽക്കട്ടെ. 10 പേരിൽ എത്ര പേര് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു കൈബന്ധിച്ച്? 5 പേർക്ക് പ്രോഫിറ്റ്. 5 പേർക്ക് പ്രോഫിറ്റ്. 7 പേർക്ക് 6 കറക്റ്റായിട്ട് കൈബന്ധിക്കണം. 7 പേർക്ക് പ്രോഫിറ്റ്. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞോളൂ. ഞാന് ട്രേഡ് ഓൺ ഗോയിങ് ആണ്, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 10 പേരിൽ 7 പേർക്ക് പ്രോഫിറ്റ് ആണ്. അതായത് 70% ആൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കൊള്ളാം. നമ്മുടെ പഴയ ഒരു ഇതുകാലം 70% ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിവേ, നമുക്ക് പോയിട്ട് വന്ന അനാലിസിസ് നോക്കാം. അനാലിസിസ് മീൻസ് പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. സോറി, നിങ്ങൾ എടുത്ത ട്രേഡിന്റെ അനാലിസിസ് നോക്കാം. ആദ്യം ജിതിന് തുടങ്ങാം. ജിതിൻ, എന്ത് പറ്റി ജിതിൻ? സാർ അത് ഇപ്പൊ എടുത്തതാ. എപ്പെടുത്താലും എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. അതൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഉണ്ടായി. ഞാൻ ഇംബാലൻസ് എടുത്ത് താഴോട്ട് വരുന്നതാണോ എന്നൊരു ഡൗട്ട് കൊണ്ട് എടുത്ത്. ഏതായിരുന്നു? എനിക്ക് ഇത് ഇപ്പൊ 26-67. ജിതിൻ, എങ്ങനെ എന്തിനാണ് ഇത്ര ഇത് ചെയ്യുന്നത്? ഈ ഒരു ഇത് പോയതാവും അല്ലേ? ഇതില് ഇംബാലൻസ് വരുമ്പോ നമുക്ക് മറ്റൊരു കാര്യം ഉണ്ട് ഇവിടെ. ജിതിൻ നോക്കിയാതെ കാണാം. ഇതെന്താണ്? ഞാൻ ആ ട്രേഡിനെ കുറിച്ച് പറയണ്ട. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ 6 പോയിന്റിൽ ഒന്നാണ് ജിതിനത് അല്ലേ? MSS ഓർ BOS അല്ലേ? 6 പോയിന്റ്. അത് ഹയർ ടൈം ഫ്രെയിമിന്റെയാണ് അല്ലേ? ഹയർ ടൈം ഫ്രെയിമിന്റെയാണ്. പിന്നെ റേഞ്ച് ഞാൻ ജിതിന് അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് റേഞ്ച്
അപ്പോ ഒന്ന് ജിതിൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ജിതിൻ ഇപ്പൊ എല്ലാം അറിയുന്ന ഒരാളാണിത്. ഇപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഞാൻ ഹയർ ടൈം ഫ്രെയിമിലാണ് ഇത് കാണിച്ചത്, പക്ഷെ ഷോർട്ടർ ടൈം ഫ്രെയിമിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്തത് ഫർഹാൻ TP. അതാണ് ഞാൻ പറഞ്ഞത്. ഫർഹാൻ്റെ എങ്ങനെയാണ് ഫർഹാൻ ഇതൊക്കെ വരച്ചിരിക്കുന്നത്? സത്യത്തിൽ ഫർഹാൻ ഇതിൽ ഭയങ്കര എന്തോ കള്ളക്കളി തോന്നുന്നുണ്ട് കേട്ടോ. ഫർഹാൻ ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, TP കിട്ടുന്നുണ്ട്. ഫർഹാൻ എങ്ങനെയാണ് കിട്ടുന്നത്? സത്യം പറയും. അത് ഉച്ചക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ നോക്കും. പിന്നെ ക്ലാസ്സിൽ കേറുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കേറുന്നുണ്ടോ? ക്ലാസ് കയറുന്നുണ്ട്. അറ്റൻഡൻസിന്റെ സ്ക്രീൻഷോട്ട് അല്ല, ക്ലാസ്സിൽ ഇരുന്നിട്ട് അവൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് പിക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എത്ര പേരെന്ന് ആലോചിക്കുക. MSS എടുത്ത് BSS എടുത്ത് ആള് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കണുണ്ട്. ഇത് ഒരു ട്രേഡ് അല്ല അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. 400 ട്രേഡുകളൊക്കെ വരുന്ന എല്ലാ നല്ല ട്രേഡുകളാണ്. ഒരു ദിവസത്തെ ഏറ്റവും പെർഫെക്റ്റ് ട്രേഡുകളാണ് ഫർഹാൻ പിക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ദിവസം പെർഫെക്റ്റ് ട്രേഡുകൾ എന്തായാലും 2-3 കിട്ടും. ആ ട്രേഡുകൾ ഫർഹാൻ പിക്ക് ചെയ്യുന്നുണ്ട്. എടുത്തില്ല. ഇതിലും വലിയ ഒന്നുണ്ട്, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് പിന്നെ കാണണ്ട. അതാ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഫുൾ ടൈം മാർക്കറ്റിൽ ഇരിക്കുന്ന ആളുകൾ പോലും ആക്ച്വലി ഇത് പിക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ലോ വരുമ്പോ അതിന്റെ മുന്നത്തെ ലോനേറ്റവും വരച്ചിടും. പിന്നെ അത് കറക്റ്റ് കിട്ടണില്ല അടുത്ത ലോ വരച്ചിടും. അങ്ങനെ കണ്ടിന്യൂസ് ഇടും. അല്ലേ? പ്രോഫിറ്റ് പോയതൊക്കെ തിരിച്ചു പിടിച്ചോ? അത് ഇനി കുറച്ചുകൂടി ഉണ്ട്. ഞാൻ മുന്നേ കുറെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നീ ഡിഗ്രി കഴിയുമ്പോത്തിന് ബില്യണറാവോ? ബില്യണറാവോ? അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. കളിക്കല്ലേ? ഓക്കെ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫർഹാന്റെ ട്രേഡുകൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫർഹാനെ സംബന്ധിച്ചിടത്തോളം ഫർഹാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ പോകുന്ന ആളാന്ന് പറഞ്ഞു. എന്നിട്ടും ക്ലാസ്സിൽ അറിയാലോ, നമ്മൾ മറ്റൊരു ജോബിനേക്കാളും ബുദ്ധിമുട്ടാണ് ക്ലാസ്സിലൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്നിട്ടും ഫർഹാൻ അന്നത്തെ, അതായത് ഓരോ ദിവസത്തെ ഏറ്റവും പെർഫെക്റ്റ് ട്രേഡുകൾ ഇപ്പൊ നോക്കിയാൽ കാണാം. ഈ ദിവസത്തെ ഏറ്റവും പെർഫെക്റ്റ് ട്രേഡുകളാണ്. ഒരു ദിവസത്തെ പെർഫെക്റ്റ് ട്രേഡുകളാണ് പിക്ക് ചെയ്യുന്നത്. ഓരോ ദിവസം ചില ട്രേഡുകളുണ്ട്. ചില ട്രേഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് പെർഫെക്റ്റ് ട്രേഡാണ്, നോക്കിയാൽ കാണുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം. ഇന്നലെ ഞാൻ ചോദിച്ചു ഫർഹാനോട്, കൂട്ടുകാരനാണോ ട്രേഡ് എടുത്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അതാണ്. അത്ര ആയിട്ടില്ല. കൂട്ടുകാരൻ്റെ ഇതിക്ക് കയറ്റണമെന്നുണ്ട്. പക്ഷെ ഓൻ ഇങ്ങനെ ഒരു പേടി, അവൻ ഇങ്ങനെ ചിന്തിക്കണ്ട. അതായത് ഇപ്പൊ ഞാൻ കേറിയിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. അവന് എത്ര വയസ്സായി? അവന് ഇന്ത്യയിലേറെ 1.5 വയസ്സോ. അവിടെ നിൽക്കട്ടെ. അവൻ ആദ്യം സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കട്ടെ. നീയേ കയറി മറ്റേ ആൾക്കാരെ കൊണ്ടുവന്ന് കളയണ്ട കേട്ടോ. ഓക്കെ, ശരി. പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് ആദ്യം വരുമാനം ഉണ്ടാക്കട്ടെ, എന്നിട്ട് ട്രേഡിങ് കയറിയാൽ മതി. നിങ്ങളൊക്കെ പ്രായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രായമാണ് എന്തിനും. നമ്മളൊക്കെ ആ പ്രായം കടന്നുകൊണ്ടാണ് കേട്ടോ. അതിനാൽ എന്താണ് ഞാൻ അടുത്ത് കേട്ടോ. അതിനാൻ SL അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതിനാൻ SL അടിച്ചത്? അതിനാൽ എന്നും പറയുന്ന പോലെ പറയരുത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് സാറ് എന്റെ SL ഞാൻ പ്ലേസ് ചെയ്ത് കുറച്ച് റോങ് ആയി പോയി. അത് കാരണത്താൽ SL അടിച്ചിട്ട്. കാരണം സാറ് പറഞ്ഞ പ്രകാരം ആ കൂടുതൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എൻട്രി എടുത്തത്. പക്ഷെ എന്റെ ഇവിടെ 72,916 പ്ലേസ് ആയത് കുറച്ച് റോങ് ആയി പോയി. അതാണ് പ്രോബ്ലം. 73,10 ഇത് എവിടുന്ന വന്നത്? ഓക്കെ, 73 ഇത് ഇല്ല തന്നെയല്ല. 73,100 73,200 ഇടയില്. അപ്പൊ എവിടെ ഇതിലെവിടെയാ വന്നത്? അല്ലേ? ഇതിന്ന് ഇറങ്ങി വന്നത്. പക്ഷെ ഞാൻ തൊട്ട് താഴെ വെച്ചത് SL. അതാ പ്രോബ്ലം. ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നതിൽ SL എടുത്തു. ടെസ്റ്റ് ചെയ്യാൻ വന്നതിൽ SL എടുക്കും. കാരണം എന്താ വേണ്ട, ആള് കാര്യം സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും എവിടെയാണ് ഇംബാലൻസ് എടുക്കും, എടുത്തിരിക്കും കേട്ടോ. എനിക്കത് എടുക്കുമോ? ഇംബാലൻസിൽ നിന്ന് നിങ്ങൾ തൊടാൻ നിൽക്കണ്ട. ഇംബാലൻസിൽ വരുന്ന ട്രേഡുകൾ തൊടാം. ഇതെന്താ SL എടുത്ത് മുകളിലോട്ട് പോയും ചെയ്തു അല്ലേ? മുകളിലോട്ട് പോയും ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ എന്താ കാര്യം നടത്താൻ പറ്റാത്തത്? അതാണ് എനിക്കറിയാത്തത്. അതിനൊക്കെ അറിയാം. എന്താണ് കാര്യം നടക്കാത്തത്? പറയും. അല്ല, അത് ഞാൻ അങ്ങനെ പോയൊക്കെ
ചിലപ്പോഴെന്നും കിട്ടുന്നുണ്ട് ഇപ്പോ. അടിക്കും അത് അത്. എന്നും ഈ കിട്ടുന്നുണ്ട്. ആഴ്ച 2 ദിവസം എസ് എൽ അടിച്ചു. എന്നും കിട്ടുന്നുണ്ട്. എന്നും കിട്ടുന്നുണ്ട്. എന്നൊരു എസ് എൽ അടിക്കും. ഇന്ന് ഒരു ട്രെയിൻ മാത്രമേ എടുത്തുള്ളൂ. അത് എസ് എൽ ആയി ചെയ്തത്. ഓക്കെ 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 ഓക്കെ. പിന്നെ ആൻഡ് BTC യിൽ സാറ് പറഞ്ഞ ട്രേഡ് കണ്ടിരുന്നു. പക്ഷെ അത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തത്. കാരണം അതൊരു ഇന്നലെ റിവേഴ്സ് ആയ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലിലായിരുന്നല്ലോ നിന്നിരുന്നത്. അത് കാരണം അത് എടുക്കാനൊരു പേടിയായിരുന്നു. അങ്ങനെ അത് അവോയ്ഡ് ചെയ്തു. പക്ഷെ BTC യിൽ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഇത് ഷഹനാസ് കണ്ടോ? ഷഹനാസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഷഹനാസ്, ഇത് ആക്ച്വലി MSS അല്ല. അതിന്റെ തൊട്ട് മുകളിലത്തല്ലേ MSS ഇതാണ് MSS. അതെ സാറേ, അത് ഞാൻ ഒന്നാമത് ഇത് 1 മിനിറ്റിന്റെ ആണ്. 1 മിനിറ്റിന്റെ ഒരു ക്യാൻഡിലൊന്നും വെച്ചിട്ട് വേറെ MSS ഒന്നും എടുക്കരുത്. 1 മിനിറ്റിന്റെ ഒക്കെ ക്ലിയർ സിങ് വേണം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ക്ലിയർ സിങ് വേണം. ഇതാണ് ആക്ച്വലി MSS. സ്ട്രാറ്റജി വർക്ക് ആയിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ ഇതാണ് MSS. അതെനിക്ക് മനസ്സിലായി സാറേ. പിന്നെ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഇതിന് എഡിറ്റ് ചെയ്യുന്നത് തെറ്റ് എല്ലാവർക്കും നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒരാൾ ചെയ്യുന്നോണ്ടാണ് മറ്റേ നമുക്കത് മനസ്സിലാവുന്നത്. എഡിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. അവിടുന്ന് കേറിപ്പോയി സാധനം, പിന്നെ താഴോട്ട് വന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ആക്ച്വലി. ഇതൊരു 1 മിനിറ്റിന്റെ ആവുന്ന സമയത്ത് ഇതിനെ സെക്കൻഡ് പോയിന്റ് എടുക്കരുത്. 1 മിനിറ്റിന്റെ ഒരു സിങ്, ക്ലിയർ ആയിട്ടൊരു സിങ് വേണം, എങ്കിൽ മാത്രമേ സെക്കൻഡ് പോയിന്റ് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയിട്ട് ആക്ച്വലി ഈ ഒരു ട്രെൻഡ് ലൈൻ വരേണ്ടത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയായിരുന്നു വരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ട്രെൻഡ് ലൈൻ വരച്ചതിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസം താഴത്തേക്ക് ഇറക്കി വരച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു. അതൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതായത് സെക്കൻഡ് പോയിന്റ് എടുക്കരുത്. കാരണം ഇതൊരു സിങ് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വരുന്നത് ഇവിടെ ആയിരിക്കണം വരേണ്ടത്. വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയേനെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ. ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അത് ഞാനിപ്പോ പറയുന്നത് 1 മിനിറ്റിന്റെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടൈം ഫ്രെയിമിലാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അത് പിക്ക് ചെയ്തോളം പറഞ്ഞേനെ. 1 മിനിറ്റിന്റെ ആയതുകൊണ്ടാണ്. ടൈം ഫ്രെയിം ആകുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിട്ട് കിട്ടും സംഭവം. താഴോട്ട് വരുമ്പോൾ ഇച്ചിരി പാട്. 1 മിനിറ്റിന്റെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫഹീം, അതെ, ഞാൻ ഫഹീമിന്റെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫഹീമിന്റെ ട്രേഡിൽ സ്ട്രാറ്റജി കാണിച്ചു തരുന്ന ആൾക്കാർക്ക് ഒരു $10 ഡെയിലി സമ്മാനം കൊടുക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്ര കാലമായിട്ടും ഫഹീമിന് ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി എന്താണെന്നുള്ള പിടുത്തം കിട്ടിയിട്ടില്ല. എന്താ ഫഹീമത്? എന്തപ്പോ ഇതൊരു സ്ട്രാറ്റജി? ഇവിടെ ഫൈം പോയോ? പറയും, വർത്താനം പറയും. ഇതിലെവിടെ സ്ട്രാറ്റജി? ഞാൻ ആദ്യം ആ സെല്ലുണ്ടല്ലോ അതെടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു ട്രെൻഡ് ഷിഫ്റ്റ് ആണോ വിചാരിച്ച്. സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജി ഞാനതാ പറഞ്ഞത്. ഇനിയിപ്പോ ഫൈമിന്റെ ഇന്നലെ ഞാൻ കണ്ടിരുന്നത്, സത്യം പറഞ്ഞാൽ ഇന്നലെ വിട്ടുപോയത് ഞാൻ. ഇതിന്റെ സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി ഇപ്പൊ പറഞ്ഞല്ലേ $10 അങ്ങോട്ട് കൊടുക്കാന്നുള്ളതാണ് ഫൈമിന്റെ സ്ട്രാറ്റജി. അല്ലത് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ റോങ് ആണ് ഫൈമ്. പിന്നെന്താണ്, വെച്ചിരിക്കുന്ന പോയിന്റ് റോങ് ആണ്. സ്ട്രാറ്റജി അല്ലത്. വെച്ചിരിക്കുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എൻട്രി പോയിന്റ് റോങ് ആണ്, സ്ട്രാറ്റജി അല്ല. ഓക്കെ പറയുന്നില്ല എന്തിനാന്നുള്ള. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മനസ്സിലാവുന്നൊരു ഫൈമ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓക്കെ. ഒന്ന് ഷെബിൽ എങ്ങനെ കിട്ടിയത്? നല്ല കിട്ടില്ല, ട്രേഡ് ഒരെണ്ണം കിട്ടില്ല. ഇതിൽ കുറെ പെട്ടെന്ന് എടുത്ത ട്രേഡാന്ന് തോന്നുന്നത്. അത് ഞാന് 3 മിനിറ്റിൽ നോക്കിയത്, ഓയിലും ഗോൾഡും മാത്രം. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓടി വന്നിട്ട് പെട്ടെന്ന് എടുത്ത ട്രേഡാന്ന് തോന്നുന്നത്. ഷോപ്പിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു വെച്ചാലും ഷെബിലേ, അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ വരച്ചു വെച്ചിരുന്നു. പക്ഷെ ഇംബാലൻസ് അതിനെ കൊണ്ട് എടുക്കാന് നിന്നില്ല. പിന്നെ കേറി പോകുന്നത് കണ്ടപ്പോ പിന്നെ അവിടെ നിന്ന് എടുത്തതാണ്. എന്താണ് ഇപ്പൊ കോൺഫിഡൻസ് ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നല്ല മാറ്റം ഉണ്ട്.
മാറ്റമുണ്ടല്ലേ? തിരിച്ചു പിടിക്കണ്ടേ? പോയതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കണ്ടല്ലേ? പതുക്കെ പതുക്കെ പിടിച്ചാൽ മതിട്ട്, ആക്രാന്തൊന്നും വേണ്ട. പതുക്കെ മതി. ഞാൻ പറഞ്ഞില്ലേ, ഷെബിലിന്റെ ഒരു സൈക്കോളജി ഇപ്പോഴും ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഷെബിൽ ഇങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെ പോട്ടെ, അല്ലാണ്ട് ആക്രാന്തൊന്നും കൂടാണ്ട് പതുക്കെ പതുക്കെ പോട്ടെ കേട്ടോ. ഞാനിപ്പോ ഈ ഒരു ചെറിയ ഏരിയ മാത്രം നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഐഡിയ മനസ്സിലായല്ലോ, നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് മനസ്സിലായല്ലോ. അപ്പൊ സ്ട്രോങ് പോയിന്റിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസം പറഞ്ഞില്ലേ, കുറച്ച് ദിവസം മുന്നേ പറഞ്ഞില്ല മൈക്രോ മാക്രോ ഒരു രീതി മാതിരിയാ തോന്നുന്നത്. അതല്ലേ? ഓക്കെ. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഗുണം ഉണ്ടാവുന്നുണ്ടല്ലോ, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? അതാണ് വലിയ കാര്യം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഇതാരാ അടുത്ത ആള്? കണ്ടിട്ട് ആരാ അലമ്പ് കാണിച്ചത്? ഷഫീഖ് അല്ലത്? എനിക്കറിയത്. അല്ല ഷഫീഖ്, അത് ഷഫീഖ് തന്നെയാണത്. എന്താണ് ഷഫീഖ് ഇതിൽ ചെയ്ത് വെച്ചത്? എന്താണ് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തോ? സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തോ? ഷഫീഖിന്റെ ആണല്ലോ. ഇതെന്താ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ? സപ്പോർട്ട് ലൈൻ കണ്ടോണ്ട് അതിന്റെ ഇടയിലേക്ക് വെച്ചു. ഫസ്റ്റ് ഉണ്ടായത് 2 സെക്കൻഡ് ടച്ചിന്റെ കുറച്ച് ഇടയില വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സപ്പോർട്ട് ലൈൻ കണ്ടോണ്ട് ഞാൻ അതിന്റെ കുറച്ച് കാഴ്ച ചെറിയ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ വെച്ചിട്ട്. പാടില്ല. നിങ്ങൾ ആദ്യമേ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ട് വേണം ഇപ്പൊ ഇതിനെ നോക്കാൻ, ഇതിനെ ടാർഗറ്റ് നോക്കാൻ. ഇവിടെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന്. പിന്നെ പറഞ്ഞ ഷഫീഖ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ കിട്ടിയില്ല. മാത്രമല്ല ഹൈ റിസ്ക് ട്രേഡുമാണ് തോന്നുന്നത്. ഒരേ ഏരിയയിലാണ് രണ്ടാമത്തെ തവണയാണ് ഹിറ്റ് ചെയ്യുന്നത് അല്ലേ? ഹൈ റിസ്ക് ഏരിയയാണ്. അപ്പൊ ഇവിടെ നോക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് നല്ലൊരു താഴ്ത്തിക്ക് ഇറങ്ങാൻ സാധ്യത പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതാണ് മിനിമം ടാർഗറ്റ്. പിന്നെ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ടച്ചിന്റെ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെറുത് പറഞ്ഞിട്ട് എടുത്തതാണ്. അതോ നമ്മുടെ സ്ട്രാറ്റജി വർക്കായിട്ടില്ല. സ്ട്രാറ്റജി പ്രകാരം ഇതെന്താണ് ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ട്രാറ്റജി എന്തുകൊണ്ട് കുറെ പ്രാവശ്യം ടച്ച് ചെയ്തോണ്ട് 4-5 ടച്ചാന്ന് തോന്നുന്നത്. അപ്പൊ കേറി പോകുന്നൊരു അതിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ നിങ്ങള് 5ാമത്തെ ടച്ച് 6ാമത്തെ ടച്ച് എണ്ണി കൊണ്ട് നടക്കും നിങ്ങള്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അവിടെ എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നിങ്ങൾ എടുത്തെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞു തരില്ല. ഓക്കെ, മുമ്പ് സാറ് പറഞ്ഞു കുറെ പ്രാവശ്യം ടച്ച് ചെയ്യുന്നതോറും ഏതില് നിങ്ങൾ മറ്റേ ഇതിലായിരിക്കും, സപ്പോർട്ട് റെസിസ്റ്റൻസിലായിരിക്കും. അഖിൽ ഇന്നലെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അഖിലിന്റെ ട്രേഡ് ഞാനിത് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല സർ. എന്താണ് അഖിൽ അത്? എന്താണ് ഇതിന്റെ ഫെയിലർ? ഇത് സത്യം പറഞ്ഞാല് സാറ് ഇവിടുന്ന് ഒരു ബൈ പറഞ്ഞിരുന്നു. അപ്പൊ ഏകദേശം സെറ്റപ്പ് കണ്ടപ്പോ ചാടിക്കേറി എടുത്തതാ. എന്താണ് ഇതിന്റെ ഫെയിലർ എന്ന് ചോദിച്ചാൽ അതൊക്കെ അവിടെ എടുക്കട്ടെ. എന്താണ് ഇതിന്റെ ഫെയിലർ? ഇതെന്താണ് അഖിൽ? അതൊരു ഇംബാലൻസ് ആണ്. ഇത് തന്നെയല്ലേ പറയുന്നത്, എപ്പോഴും പറയുന്നത് തന്നെയല്ലേ. നിങ്ങൾ അതൊന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിടുക. ഇംബാലൻസിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിടുക. ആ ട്രേഡ് ഏത് സമയത്തും ഇംബാലൻസ് എന്നുള്ളതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെൻഡിങ് ഓർഡേഴ്സ്, ലാർജ് പെൻഡിങ് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടെന്നാണ്. മനസ്സിലായോ? ലാർജ് പെൻഡിങ് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു അപ്പോൾ ലാർജ് പെൻഡിങ് ഓർഡേഴ്സ് എടുക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഫലം?
ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് പിക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് അവിടേക്ക് എത്തുന്നത്. അവിടുന്ന് ചിലപ്പോൾ ഷൂട്ട് ചെയ്യും, മാർക്കറ്റ് ഷൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, റിവേഴ്സലിന് സാധ്യത വളരെ കൂടുതലാണ് ഇംബാലൻസ്. ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇംബാലൻസ് വരുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇന്നലെയും ഇത് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ തന്നെ ഒരു ട്രേഡ് ഞാൻ ഇന്നലെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫെയിലർ വന്നൊരു ട്രേഡ്, ഇംബാലൻസും പ്ലസ് അവിടെ എന്തായിരുന്നു, ഒരു മാർക്കറ്റ് ഷിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഇതാരത്? ഷഫീഖ് ഷീജ. എന്താണ് ഷഫീഖ് ഇതിലൊക്കെ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഷഫീഖ് എന്താ ചെയ്തു വെച്ചിരുന്നത് ഷഫീഖ്? കണ്ടമാനം വരെയായില്ല സാറേ. ഇതെന്തപ്പത് മൊബൈലിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ മൊബൈൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ മറ്റേ ഇതൊക്കെ അല്ലേ ഫിബനാച്ചി എന്തിനാ അവിടെ? ഫിബനാച്ചി ഒന്നുണ്ടോ? അതായത് ടൂറിന് പെട്ടായിരിക്കും സാറേ. നാളെ മുതൽ ചാർട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ കാണും. ഈ വക സാധനങ്ങളൊന്നും പാടില്ല. ക്ലിയർ ചെയ്യുക, മര്യാദക്ക് വരച്ചു കൊടുക്കും കേട്ടോ. ഫിബനാച്ചി ഒന്നും ഉപയോഗിക്കാനായിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സ്ട്രാറ്റജിയിൽ, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാനായിട്ടില്ല. ഓക്കെ. റാഷിദ് ഉണ്ടോ? മുഹമ്മദ് റാഷിദ് ഇല്ലേ? റാഷിദ് ഇല്ലേ? ഞാൻ പിക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഷെബിൽ ഒരു അസല് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഷെബിൽ ഷെബിലെ എന്താണ് കാരണം? പിക്ക് ചെയ്യാൻ പറ്റില്ല. അത് SL കുറച്ചും കൂടി വെക്കുകയാണെങ്കിൽ അത് TP കിട്ടിയേനെ. ട്രേഡ് എടുക്കാൻ പാടില്ലാത്ത ട്രേഡാണത്. എങ്ങനെ ഇത് TPയുടെ കാര്യമൊക്കെ പറയുന്നത്? എന്താണ് നമ്മുടെ പോയിന്റ് അല്ലേ? 6 പോയിന്റിൽ പെട്ടാലത് എന്താണ്? ഒരു കൺസോളേഷൻ ഏരിയയിലത് 1, 2, 3, 4 എത്ര തവണയാണ് ഇവിടെ നിന്ന് കൺസോളേഷനിലേക്കാണ് പോകുന്നത്? അത് താഴത്തൊരു ഇംബാലൻസ്, താഴത്ത് മുകളിലുള്ള ഇംബാലൻസ് ആണ്. അപ്പൊ മുകളിലത്തെ ഇംബാലൻസ് എടുക്കും വിചാരിച്ചിട്ട് ചിലപ്പോ എടുക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എടുക്കായിരിക്കും. ഇല്ല എന്നല്ല, എടുക്കായിരിക്കും. മുകളിലേക്ക് എടുക്കായിരിക്കും, താഴത്തേക്ക് ഇറങ്ങിയിട്ട് എടുക്കായിരിക്കും. കാരണം എന്താണ്, അതിന്റെ ഇതാണ് പറഞ്ഞത്. ഒരു സ്ട്രോങ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്ട്രോങ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടാവും. ഇവിടുന്നാണോ കയറിപ്പോയത് ഇംബാലൻസ് എടുത്ത് പോയത്? എനിക്കറിയില്ല. അവിടുന്നാണോ പോയത്? അത്ര ഇറങ്ങിയില്ല. ഒരു കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ളൂ. ഒരു 5 പിപ്പും കൂടി ഇറങ്ങിയിട്ട് MSS ഇറങ്ങി പോയിട്ടുണ്ടാവും. ബാലൻസ് അല്ലെങ്കിൽ MSS ഇറങ്ങി പോകുന്നുണ്ടാവും. ഇതാണ് നമ്മൾ പറയുന്നത്. അത് മാർക്കറ്റ് ഒരു ഇങ്ങനെയുള്ള സമയത്ത് ആക്ട് ചെയ്തൊരു സ്ട്രോങ് ഇതിലേക്ക് കയറി പോയിട്ടുണ്ടാവും. MSS ഇംബാലൻസ് ഒക്കെ നമ്മൾ സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ഏരിയ ആണ് അല്ലെ? ഇതൊരു സ്ട്രോങ് ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്ന് അടുത്ത സ്ട്രോങ് ഏരിയയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കും. അതിനുള്ള 2 ഇതാണ്, ഒന്ന് MSSും അതിന്റെ താഴെ ഇംബാലൻസും. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാം, ബിഹേവ് ചെയ്യാം. ഞാൻ ഇതാണ് നിങ്ങളോട് പറയുന്നത്. ബിഹേവ് ചെയ്യുന്നത് മാർക്കറ്റ് എങ്ങനെ, നിങ്ങൾ സ്ട്രാറ്റജിയിൽ മാത്രം പ്രോഫിറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കില്ല, പഠിക്കുക തന്നെ വേണം. അഖിൽ വീണ്ടും എസല് ഒരേ അബദ്ധം തന്നെ. അഖിൽ എത്ര തവണയാണ് അഖിൽ? സാർ അതിപ്പോ മനസ്സിലായി. കറക്റ്റ് ഞാൻ ഇപ്പൊ ചാർട്ട് മനസ്സിലായി. കണ്ടോ? ഒരേ ഇത് തന്നെ കേട്ടോ. സെയിം റീസൺ. ഇന്നലെ അത് തന്നെയായിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം റീസൺ. ശരിക്കും ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. ഷമ്മാസ് കഴിഞ്ഞു. ഇനി ഷമ്മാസ് നൈറ്റിലിട്ടാണ്. ഷമ്മാസ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ഇത്രയാണ് ട്രേഡുകൾ. ഇന്നിപ്പോ കുഴപ്പം എനിക്ക് തോന്നുന്നു വല്ലാണ്ട് ഫെയിലറും, ഒരു നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് ഫെയിലറിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രോഫിറ്റ് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം പ്രോഫിറ്റ് കാണുന്നുണ്ട്. ഇന്നും പറയാനുള്ളത് എന്താണ്, ഇന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട്, ഞാനിപ്പോൾ പല ചാർട്ടുകൾ ഞാൻ ഒബ്സർവ് ചെയ്തു. ഏതൊക്കെ ചെയ്തു? ഒബ്സർവ് അല്ല, നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്തു. അതിൽ ഏതൊക്കെ ചെയ്തു? ഗോൾഡ് ചെയ്തു, US ഓയിൽ ചെയ്തു, BTC ചെയ്തു. ഇന്നത്തെ ഫെയിലിയേഴ്സ് എന്തായിരുന്നു? ഇന്നത്തെ ഫെയിലിയേഴ്സ് എന്തായിരുന്നു? ഫഹീം ഒന്ന് പറഞ്ഞേ, എന്താണ് ഇന്നത്തെ ഫെയിലിയേഴ്സിന്റെ കാരണങ്ങൾ? പൊതുവായിട്ടുള്ള ഫെയിലിയേഴ്സിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഞാൻ ഓരോന്ന് എന്തായിരുന്നു?
ഇന്ന് ഒന്ന് ഈ MSS അല്ലെങ്കിൽ BOS ഉള്ള ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് അത് താഴേക്ക് വന്ന് അല്ലെങ്കിൽ മുകളിലേക്ക് പോയി ഹിറ്റ് ആയത് ഒരു റീസൺ. രണ്ടാമത്തെ ഇംബാലൻസ് അതായത് MSS ഓർ BOS എന്തായിട്ട് ആക്ട് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട്. പോയിന്റ് 1. ഓക്കെ, ഞാൻ അടുത്ത് പറയാം. അടുത്തത് ഇംബാലൻസ് വന്നിട്ട് ട്രേഡ് എടുത്ത് പോയത്. ഇംബാലൻസ് പോയിന്റ് നമ്പർ 2. അടുത്ത് റോഡിനായിരുന്നു മൾട്ടിപ്പിൾ ആയിട്ട് റീടെസ്റ്റ് ചെയ്ത ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ റീടെസ്റ്റ്. ഓക്കെ, കിട്ടിയോ? നല്ല എന്നോട് ചോദിച്ച പോയിന്റുകൾ പറഞ്ഞ് ഇപ്പൊ ഓരോന്നോരോന്ന് കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ഇതിൽ 6 പോയിന്റ് എന്നോട് ചോദിച്ചോ? ഈ 6 പോയിന്റില് ഈ MSS BOS ആണ് ഇന്ന് പുതിയ കിട്ടിയത്. ബാക്കി എത്ര ദിവസമായിട്ട് MSS BOS പറയുന്നുണ്ട്? ആണ്. അല്ല ഞാൻ ഇന്നാണ് ഇപ്പൊ നോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നോട്ട് ചെയ്തത്. ഇപ്പോ നമ്മളാ പറഞ്ഞ 6 പോയിന്റിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, 3 ക്ലിയർ ആയിട്ട്. അതെ പറഞ്ഞ ആ 3 പോയിന്റാണ് ഇന്ന് ഫെയിൽ ആയതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പോയിന്റാണ്. അതല്ലാതൊരു 3 പോയിന്റാണ്. അതായത് ആ 3 പോയിന്റ് എന്താണ്? നമ്മൾ പറഞ്ഞ 6 പോയിന്റിൽ പെട്ടതാണ് അല്ലെ? മൊത്തം 6 പോയിന്റ് പറഞ്ഞതിൽ 3 പോയിന്റാണെന്ന് ഫെയിലിയർ ആയത്. ഫെയിലിയറിന്റെ കാരണം അതായത് ഈ 6 പോയിന്റ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയിലിയർ ട്രേഡുകളുടെ എണ്ണം കുറയും. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഫെയിലിയർ ട്രേഡുകൾ 0 വരേണ്ട ദിവസമാണ് അല്ലെ? ഈ ട്രേഡുകൾ അവോയ്ഡ് ചെയ്ത് പോലെ അതിനാണ് ഈ 6 പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഡേ ഹൈ നമ്മൾ ഇന്നലെ പറഞ്ഞത് അതിന്റെ അടുത്ത ദിവസം ഇന്നോടെ നിൽക്കട്ടെ. ഇന്നത്തെ പറയും അടുത്ത ദിവസം. ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ 3 ഇനി ഓരോ ദിവസവും ഞാൻ ഫൈമിനോട് ഞാൻ ചോദിക്കും. ഫൈമിനോടല്ല, ഓരോരുത്തരോട് ഞാൻ ചോദിക്കും എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഫൈമ് മാത്രമല്ല വേറെ എല്ലാവരോടും ചോദിക്കും എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? കാരണം അങ്ങനെ നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് അവസാനിപ്പിക്കാം.